റോളർ സ്കേറ്റിങ്ങിനോടൊപ്പം റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്ന ഒരു മിടുമിടുക്കാൻ എവിടെയെന്നല്ലേ പോത്തങ്കോട് പണിമൂല സ്വദേശിയാണ്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദേവസാരംഗ്. ആണ് ഈ ഒരു റുബിക്സ് ക്യൂബും ഒപ്പം ഒരു സ്കേറ്റിങ്ങും കൂടി. ഞാൻ ഇത് 4 വർഷത്തിന് മുന്നേ കോവിഡ് സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഞാൻ ഒരു രാത്രി അച്ഛൻ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ എനിക്ക് അന്ന് സ്കേറ്റിംഗ് അറിയാം, എൻ്റെ ഓൾമോസ്റ്റ് 7 റുബിക്സ് ക്യൂബ്സും എൻ്റെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇത് ഫസ്റ്റ് ഞാൻ റോട്ടിൽ കൂടെയാണ് സ്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നീട് LVHSലെ പ്രവീൺ സാറ് പറഞ്ഞിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതും. പിന്നെ എനിക്ക് റെക്കോർഡ്സ്, എനിക്കിപ്പോൾ 2 റെക്കോർഡ്സ് ഉണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യാസ് വേൾഡ് റെക്കോർഡും ഉണ്ട്. അതെന്ന് പറയുമ്പോൾ സ്കേറ്റിംഗ് വിത്ത് റുബിക്സ് ക്യൂബ് 13 മിനിറ്റ് 44 സെക്കൻഡും കൊണ്ടാണ് സോൾവ് ചെയ്തത്. 1 hour 10 minutesനുള്ളിൽ സോൾവ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു ആഗ്രഹം കേട്ടായിരുന്നു കേട്ടോ, ദേവസാരംഗിൻ്റെ അച്ഛനും ഒക്കെ പറഞ്ഞിട്ട്. കുറേ സ്വപ്നങ്ങളുണ്ട്. അതിൽ ഒരു സ്വപ്നം എന്ന് പറയുന്ന, ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുക എന്നുള്ളതാണ്. ചുമ്മാതൊന്നും അല്ല അദ്ദേഹത്തെ കാണേണ്ട, അതിന് പിന്നിലൊരു കാരണമുണ്ട്. അപ്പം നമുക്ക് മോനോട് തന്നെ ചോദിക്കാം. ഞാനിപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന വെർട്ടിക്കലാണ്. അത് നമ്മൾ വെർട്ടിക്കലി മാറ്റിയിട്ട് ഹൊറിസോണ്ടലി ലോഞ്ച് ചെയ്ത് അത് നമ്മൾ ഇനേർഷ്യൽ പ്രൊപ്പോർഷൻ സിസ്റ്റം, അങ്ങനെ ഒരു പുതിയ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു വണ്ടിയിൽ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലോട്ടായി. അത് നമ്മൾ ഈ റോക്കറ്റ് ടെക്നോളജി, റോക്കറ്റ് പ്രൊപ്പോർഷൻ സിസ്റ്റംസ് ആയിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇതെന്ന് പറയുമ്പോൾ നമ്മളെ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമായിട്ട് മാറും. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് കംപ്ലീറ്റ്ലി റീയൂസബിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജിയും കൂടെയാണ് ഞാൻ നോക്കുന്നത്. ദേവസാരംഗിൻ്റെ അച്ഛനും അമ്മയും അനുജനും ചേരുകയാണ്. അപ്പോൾ വേറെ വെറൈറ്റി ആയിട്ടുള്ളൊരു കാര്യമാണ് മകൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഒരു കഴിവൊക്കെ മനസ്സിലാക്കിയത്? അവൻ്റെ നമ്മളിപ്പോൾ മക്കളെ ഒരുപാട് സ്നേഹിക്കുമ്പം മക്കളുടെ കഴിവും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. പാരൻസ് എല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അവനെ ശ്രദ്ധിച്ചത് കൊണ്ടാണ് എനിക്കത് മനസ്സിലായി. അവൻ്റെ ഓരോ ഐഡിയകളും നമുക്കത് അബ്സർവ് ചെയ്തെടുക്കാൻ പറ്റി. അതിലേക്ക് നമ്മൾ അവരെ കൂടുതലേക്ക് കൊണ്ടുവരാൻ പറ്റി. ഇപ്പോൾ ഇളയാളെയും അതേ രീതിയിലാണ് ഞാൻ കൊണ്ടുവരുന്നത്. എന്താണ് തോന്നുന്നത്? അഭിമാനം തന്നെയാണ് തോന്നുന്നത്. അവന് ലോക്ക്ഡൗൺ സമയത്ത് തുടങ്ങിയതാണ്. അതിന്ന് ഒരുപാട് മുന്നോട്ടല്ലാതെ പുറകിലോട്ട് അവൻ ഇതുവരെയും പോയിട്ടില്ല. ഓരോരോ ആവശ്യങ്ങൾ പറയുമ്പോഴും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ മാക്സിമം അത് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇവരെ വിമർശിച്ചവരോടും അവൻ്റെ ഉയർച്ച തന്നെയാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഷിബു സാറാണ് അവനെ ഇപ്പം കഴിഞ്ഞ ഏത് സ്കൂളിലാണ്? മോഡൽ പബ്ലിക് സ്കൂളിലാണ് അവൻ പഠിക്കുന്നത്. അപ്പം ഷിബു സാർ എന്ന് പറഞ്ഞ സാറാണ് ഇവൻ്റെ 8ാം ക്ലാസ് മുതലുള്ള ഫീസ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇടയ്ക്ക് വെച്ച് സ്കൂളിൽ 7 മുതലാണ് അവൻ്റെ സ്പോൺസർഷിപ്പ് സാർ ഏറ്റെടുത്തത്. അത് 9ാം ക്ലാസ്സിൽ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തായിരുന്നു. പിന്നീട് വീണ്ടും പറഞ്ഞു സാറ് തന്നെ ഏറ്റെടുത്തു. അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിലെനിക്ക് സാറിനോട് നന്ദി പറയുന്നുണ്ട്. ഞങ്ങളിവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നെങ്കിലും ഞങ്ങൾക്ക് പരിധികളുണ്ട്. ആ പരിധിക്കകത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും 2 കുട്ടികളെയും നന്നായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ദയവ് ചെയ്ത് ഉപദ്രവിക്കുന്നവരോട് പറയാനുള്ളത്, കുട്ടികളുടെ നേട്ടം കണ്ട് നിങ്ങൾ സന്തോഷിക്കുക, അത്രയേ ഉള്ളൂ. മിടുക്കനാണ്. പേരെങ്ങനെയാണ്? ദേവസാദ്വിക്. എന്തൊക്കെയാ ഹോബീസ്? മ്യൂസിക്, സ്കേറ്റിംഗ് വിട്ട് റുബിക്സ് ക്യൂബ്, സ്പേസ്, അങ്ങനെയൊക്കെ. പഠിച്ച ആരാകാനാണ് ആഗ്രഹം, അംബീഷൻ? എനിക്ക് 3 കാര്യങ്ങളുണ്ട്. എനിക്കൊരു സയൻറ്റിസ്റ്റ് ആവണം, പിന്നെ ഒരു ബിസിനസ് തുടങ്ങണം, പിന്നെ എനിക്ക് മ്യൂസിക്കൽ താല്പര്യം ഉണ്ടോണ്ട് കീബോർഡിസ്റ്റ് ആവണം. എനിക്ക് ഫിസിസിസ്റ്റ് ആവാനാണ് ആഗ്രഹം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മോൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ആസ്ട്രോ ഫോട്ടോഗ്രാഫിയാണ് മറ്റൊരിഷ്ട മേഖലയെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ദേവസാരംഗിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും.